2024 ഡിസംബറിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ള ഒരു ബേക്കിംഗ് കോമ്പറ്റീഷൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർ എനിക്ക് മെസ്സേജ് അയച്ചു കോമ്പറ്റീഷൻ്റെ വിശേഷങ്ങളൊക്കെ പറയണമെന്നും പറഞ്ഞിട്ട്. അപ്പം നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാം. എൻ്റെ നാട്ടിൽ പൊതുവേ ബേക്കിംഗ് കോമ്പറ്റീഷൻസ് ഒന്നും അധികം വരാറില്ല. ഞാൻ ബേക്കിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് 4 വർഷമായെങ്കിലും ആകെ 2 കോമ്പറ്റീഷനെ ഞാൻ പങ്കെടുത്തിട്ടുള്ളൂ. ഏതൊരു ബേക്കറിനെയും പോലെ എൻ്റെ ഒരു ആഗ്രഹവും നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് കേക്ക് ഉണ്ടാക്കിയിട്ട് കസ്റ്റമറിന് കൊടുക്കുക എന്നുള്ളതിലുപരി നമ്മളെ കഴിവ് ഒരു ഓഡിയൻസിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ക്രിസ്മസിനാണ് എനിക്ക് ഈ ഒരു ചാൻസ് ഒത്തു കിട്ടിയിട്ടുള്ളത്. നോർമലി എല്ലാ കോമ്പറ്റീഷനും പോലെ ജസ്റ്റ് പേര് കൊടുത്തിട്ട് പാർട്ടിസിപ്പേഷൻ അല്ലായിരുന്നു ഇത്. നമ്മൾ വീഡിയോസ് അയച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 6 പേർക്ക് മാത്രമായിരുന്നു ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നത്. കേക്ക് നമുക്ക് വീട്ടിൽ നിന്ന് ബേക്ക് ചെയ്തിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കുകയായിരുന്നു. അതുപോലെ തന്നെയാണ് ഫോണ്ടൻറ്റ് വർക്ക്സും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഫോണ്ടൻറ്റ് വർക്ക്സൊക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോസ് നമ്മൾ എടുക്കണേനു. കാരണം നമുക്ക് പ്രൂഫ് കാണിച്ചു കൊടുക്കണം നമ്മൾ തന്നെ ചെയ്തെന്നുള്ളത്. കാരണം അത്രയും സമയം എടുക്കും നമ്മൾ ഫോണ്ടൻറ്റ് വർക്ക്സ് ചെയ്തെടുക്കാൻ. ഞാൻ ഏകദേശം തലേന്ന് രാവിലെ മുതൽ പിറ്റേന്ന് സുബഹി വരെ ഈ ഒരു വർക്കിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. അത്രയും ടൈം കൺസ്യൂം ചെയ്യാനുള്ള മെയിൻ കാരണം ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. കാരണം ഫോൺ പെട്ടെന്ന് ചാർജ് തീർന്നു പോകും. അപ്പം നമ്മളത് വീണ്ടും ചാർജിലിട്ട് അത് ചാർജ് ആകുന്നവരെ ഈ വർക്കൊക്കെ ചെയ്യാൻ വെയിറ്റ് ചെയ്യണം. കാരണം നമുക്കിത് ഫുൾ പ്രോസസ്സ് വീഡിയോ എടുത്തിട്ട് കൊടുക്കണമല്ലോ. അങ്ങനെ കുറേ വീഡിയോസൊക്കെ നമ്മൾ നോർമൽ സ്പീഡിൽ തന്നെ എടുത്ത് പിന്നെയാണ് ഫോണ് മെമ്മറി ഫുള്ളാകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ച കുറേ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടാണ് ബാക്കി എടുത്തത്. പിന്നെ ഫോണ് മെമ്മറി ഫുള്ളായിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മൾ ടൈം ലാപ്സിലിട്ടിട്ട് കുറേ വീഡിയോസൊക്കെ ചെയ്ത്. കാരണം ആ വീഡിയോസൊക്കെ അത്യാവശ്യം ലോങ് ആയ കാരണം ഈ ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത്. കാരണം മെമ്മറി ഫുള്ളാകുന്നൊരു ഇഷ്യൂ ഉണ്ടേനു. അങ്ങനെ രാത്രി കേക്ക് ബേക്ക് ചെയ്ത് ക്രം കോട്ടൊക്കെ ചെയ്ത് വെച്ച് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫോണ്ടൻറ്റ് വർക്ക്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സമയത്ത് നമ്മൾ ക്യാമറ ഒക്കെ ഓണാക്കി വെച്ച് നമ്മളിതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വീഡിയോസൊക്കെ കറക്റ്റ് കിട്ടുമെന്ന് നോക്കുമ്പോൾ ക്യാമറ ഓൺ ആയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ്. അതിൻ്റെ ഇടയ്ക്ക് തലേന്ന് നമുക്ക് പനി വന്ന് അങ്ങനെ എന്താ പറയുക ഹെൽത്ത് വൈസും ഓക്കെ അല്ല. പക്ഷേ ഇത്ര റിസ്ക് എടുത്തിട്ട് എന്തിനാണ് ഈ ഒരു കോമ്പറ്റീഷന് പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് കോമ്പറ്റീഷന് പങ്കെടുക്കാൻ അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇത്ര റിസ്ക് എടുത്ത് നമ്മൾ പോകുന്നത്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരുപാട് ഓർഡേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ക്യാൻസൽ ചെയ്തിട്ടാണ് ഈ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കാൻ തുടങ്ങിയത്. ഫസ്റ്റ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു തീം കണ്ടെത്തണം. നമ്മളോട് ഇന്ന് പ്രത്യേക തീമൊന്നും പറഞ്ഞിട്ടില്ല. ക്രിസ്മസിൻ്റെ അന്നായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീം ചെയ്യാം. അതും ഒരുപാട് തീമുകൾ ആലോചിച്ച് അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചതിന് ശേഷം ലാസ്റ്റ് ഞാൻ വിചാരിച്ചു എന്തായാലും ക്രിസ്മസ് അല്ലേ, അപ്പോൾ ക്രിസ്മസ് തീം തന്നെ ചെയ്യാമെന്നുള്ളതിൽ. പിന്നെ പൊതുവേ എല്ലാ കോമ്പറ്റീഷനിലും എഡിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് കേക്കിൽ വെക്കാൻ പാടുള്ളൂ. നോൺ എഡിബിൾ ആയിട്ടുള്ളൊരു സാധനം കേക്കിൽ വെക്കാൻ പാടില്ല. അപ്പോൾ എന്ത് ഫിഗേഴ്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതായിരിക്കണം. അതും ഒരു ടാസ്ക് ആയിരുന്നു. അപ്പം ഞാനൊരു വീടുണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മറ്റേ വേഫർ ബിസ്ക്കറ്റ് കൊണ്ടാണ് ആ ഒരു വീടുണ്ടാക്കിയത്. അതിന് അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞ് ഞാനൊന്ന് കിടന്ന് ഒരു 4:30 4:45 തന്നെ നമ്മൾ എണീച്ച് കിടന്നിട്ട് ഉറക്കൊന്നും വന്നില്ല. കാരണം അത്ര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. അങ്ങനെ കോമ്പറ്റീഷൻ്റെ അന്ന് രാവിലെ 8 മണിക്കായിരുന്നു നമ്മളോട് എല്ലാവരോടും റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ 6 പേരാണ് ഉണ്ടായിരുന്നുള്ളത്. 6 പേരെയാണ് സെലക്ട് ചെയ്ത് നമ്മളൊക്കെ ഒരു ഗ്രൂപ്പാക്കി. ആ ഗ്രൂപ്പിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞത്. ഇത്ര മണിക്ക് എത്തണം, ഇന്നതൊക്കെയാണ് ക്രൈറ്റീരിയാസ് എന്നൊക്കെ ഉള്ളത്. പ്രത്യേകിച്ച് ക്രൈറ്റീരിയാസ് ഒന്നും ഇല്ലായിരുന്നു. ഈ ഫോണ്ടൻറ്റ് വർക്ക്സൊക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ വീഡിയോസ് എടുക്കണം, 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഫിനിഷ് ചെയ്യണം. ബാക്കിയൊരു കാര്യങ്ങളും ഇല്ല. ഫ്ലേവർ അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനാണ്. ഈ ഒരു കോമ്പറ്റീഷൻ സ്പോൺസർ ചെയ്തത് ക്യാമറി ക്രീംസൊക്കെ ആയിരുന്നു. അപ്പോൾ അവരുടെ ക്രീമൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്രീം തന്നെയാണ് ക്യാമറീൻ്റെ ക്രീം. സാധാരണ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് കേക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഡിസ്കംഫർട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ ഈ ഒരു സമയത്ത് ചെയ്യുമ്പോൾ ആരെയും മൈൻഡ് ചെയ്തില്ല. എല്ലാവരുടെ വർക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു ഉള്ളത്. അത്യാവശ്യം ഓഡിയൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വർക്ക് തുടങ്ങി. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ക്രീം റെഡി ആവുന്നില്ല. അവിടുന്ന് ബീറ്റ് ചെയ്തല്ലേ എയർ ബബിൾസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അവരൊക്കെ ഇങ്ങനെ അതിലൂട്ടൊക്കെ പോകുമ്പോഴൊക്കെ നമുക്കിങ്ങനെ ടെൻഷൻ ആവുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവർ പാട്ടൊക്കെ വെച്ച് നമ്മളൊന്ന് റിലാക്സ് ആയി തുടങ്ങി. പിന്നെ പതിയെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ മാറി നമ്മളുടേതായിട്ടുള്ളൊരു ഫോക്കസിലേക്ക് മാറി തുടങ്ങി. ഈ ഒരു കോമ്പറ്റീഷൻ എൻ്റെ കൂടെ എൻ്റെ 2 ഫ്രണ്ട്സും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ബാക്കിയുള്ള കേക്കിലൊക്കെ നമ്മളെ കണ്ണ് പോകുന്നുണ്ട്. പക്ഷെ ആദ്യമൊന്നും ഒരു ഐഡിയ കിട്ടുന്നില്ല എല്ലാവരും എന്താ തീം ഉദ്ദേശിക്കുന്നതെന്നൊന്നും. പിന്നെയാണ് ഓരോരുത്തരതും ഐഡിയാസൊക്കെ വന്നു തുടങ്ങിയത്. ഏകദേശം എല്ലാം ക്രിസ്മസ് തീമിൽ തന്നെയായിരുന്നു ചെയ്യുന്നുണ്ടത്. നമുക്ക് തന്നതിൻ്റെ ഒരു പകുതി സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഒരാളെ കേക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ രണ്ടാമത്തെ ആളതും ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 2 kg വെയിറ്റ് ചെയ്യുന്ന ഒരു ടോൾ കേക്കായിരുന്നു ചെയ്തിട്ടുണ്ടല്ലോ. അത് നന്നായിട്ട്
നല്ല ഷാർപ്പ് എഡ്ജൊക്കെ കൊടുത്ത് നന്നായി ഫിനിഷ് ചെയ്തതിന് വെച്ചാൽ ഒരു 10 മിനിറ്റൊക്കെ ഞാൻ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് അതിനുശേഷം ഞാൻ എൻ്റെ ഫോണ്ടൻറ്റ് ഫിഗേഴ്സൊക്കെ നന്നായി എന്താ പറയേണ്ട ഒരു ബോക്സിലൊക്കെ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതൊക്കെ ആദ്യം എടുത്ത് വെച്ച് എന്നിട്ടാണ് ബാക്കി ഇതൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഫോണ്ടൻ്റ് വർക്കൊക്കെ നമ്മൾ നോക്കിയാണ് ഓരോന്ന് എടുത്ത് വെക്കുക. കാരണം അതിൻ്റെ ഒരു പൊസിഷൻ തെറ്റിപ്പോയാൽ മതി, അതിൻ്റെ മൊത്തത്തിലുള്ള ലുക്കിനെ നന്നായിട്ട് ബാധിക്കും. അപ്പോൾ ആദ്യം ഒന്ന് വെച്ച് നോക്കും, ആ പൊസിഷൻ കറക്റ്റ് അല്ലേ നോക്കും. The storms we chase are leading us, and love is all we'll ever trust. അങ്ങനെ ഓരോരുത്തരായിട്ട് വർക്ക് അവരുടെ ഇങ്ങനെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വർക്കൊക്കെ നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ട് കേക്കൊക്കെ ഒരുപാട് സമയം പുറത്ത് വെക്കുമ്പോൾ ഈ കേക്കൊക്കെ ചെരിഞ്ഞു പോകുന്നുള്ള ടെൻഷൻ വേറൊന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ കേക്കിൻ്റെ മുകളിൽ വെച്ച ആ ഒരു വീട് പോലത്തെ സംഭവത്തിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അത് താണു പോവോ ചെരിഞ്ഞു പോകുന്നൊക്കെയുള്ള നല്ലൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. കാരണം അതിൻ്റെ അടിയിൽ ഞാൻ ടൂത്ത് പിക്കൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ടൂത്ത് പിക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ള ലുക്കിൽ അങ്ങ് അമർന്നു പോവോ, കാരണം കേക്കല്ല ഉള്ളിലുള്ളത്. വേഫർ ബിസ്ക്കറ്റ് കൊണ്ടാണല്ലോ അത് ഉണ്ടാക്കിയത്. അപ്പോൾ അത് പൊടിഞ്ഞ് നുറുങ്ങി പോവെന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്നും കൊടുക്കാതെയാണ് പ്ലെയിനായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. Through the highways till my shadow turns to sun rays, and on we'll go through the wastelands, through the highways, and on we'll go. അങ്ങനെ എല്ലാവരും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കേക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല അടിപൊളിയായിരുന്നു കാണാൻ. അങ്ങനെ എല്ലാവരും ലാസ്റ്റ് മിനിറ്റ് പണികളൊക്കെ തകൃതിയായി ചെയ്തതിന് ശേഷം നമ്മൾ ടൈം അപ്പായി. അങ്ങനെ എല്ലാവരും എന്താ പറയണ്ടേ കേക്കൊക്കെ ഫിനിഷ് ചെയ്ത് എല്ലാവരും ടേബിൾ സെറ്റ് ചെയ്യാൻ നിന്ന് ഓരോരുത്തരുടേതായ രീതിയിൽ നന്നായി ടേബിളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കേക്കൊക്കെ എടുത്ത് വെച്ച് നമ്മൾ ഒരു പേപ്പറിൽ റെസിപ്പിയൊക്കെ എഴുതിയിട്ട് ഒരു ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് ചായയും പരിപ്പുകളൊക്കെ കിട്ടി. ആസ് യൂഷ്വൽ കട്ട്ലറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് അവരും വീഡിയോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് ജഡ്ജസ് വന്നപ്പോൾ നമ്മൾ ഓരോരുത്തർ കേക്കിൻ്റെ അടുത്ത് ജഡ്ജസ് വരുമ്പോൾ നമ്മളൊക്കെ ജഡ്ജസിൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇന്ന ഫ്ലേവറാണ്, ഇന്നതൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആ തലേന്ന് ഫോണ്ടൻ്റ് വർക്ക്സൊക്കെ ചെയ്യുമ്പോൾ എടുത്ത വീഡിയോസൊക്കെ പ്രൂഫൊക്കെ കാണിച്ചു കൊടുക്കണമല്ലോ, അതൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ വാല്യുവേഷനൊക്കെ കഴിഞ്ഞ്. അങ്ങനെ അവരുടെ ജഡ്ജ്മെൻ്റൊക്കെ കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ 6 പേരും പോയി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് പറഞ്ഞു, ബേക്കിങ്ങിലെ എക്സ്പീരിയൻസ് നമ്മൾ ഓരോരുത്തർ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞതിന് ശേഷമാണ്
റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള പരിപാടിയായിരുന്നു. ഗിഫ്റ്റ്സൊക്കെ അടിപൊളിയായിരുന്നു. നല്ല രസമുള്ള പരിപാടിയായിരുന്നു. അന്ന് രാത്രിയാണ് നമുക്കൊക്കെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ എനിക്ക് 3rd പ്രൈസാണ് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് എൻ്റെ ഫ്രണ്ടിനായിരുന്നു. പിന്നെ ജഡ്ജസ് എനിക്ക് 3rd പ്രൈസാണ് തന്നെങ്കിലും ഈ ഒരു കോമ്പറ്റീഷൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞാൻ ഇട്ടതിന് ശേഷം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടതിന് ശേഷം ഒരുപാട് കമൻറ്റ്സ്, ഒരുപാട് അപ്രിസിയേഷൻസ് എനിക്ക് ഈ ഒരു കേക്കിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിലും മോർ ഡിസേർവിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ചിലപ്പോൾ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും ആൾക്കാർ നമ്മളെ നോട്ടീസ് ചെയ്യില്ലേന്. അവിടെ ചുറ്റും നിന്ന ആൾക്കാരൊക്കെ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞിങ്ങനെ നിന്ന് ആ ഒരു സമയത്താണ് നമുക്ക് 3rd പ്രൈസ് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഏത് കേക്ക് ഇഷ്ടമായെന്നുള്ളതും കമൻറ്റ് ഇടണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.